അഭിഷേക് ബച്ചനെയായിരുന്നു സിനിമയിലെ റാം എന്ന കഥാപാത്രമായി ആദ്യം പ്ലാൻ ഇട്ടിരുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിനിമാ പ്രേമികളൊക്കെ ഏറെ ആഘോഷത്തോടെ ഏറ്റെടുത്ത ചിത്രമായിരുന്നു 96. വിജയ് സേതുപതിയും തൃഷയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിലെ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ഒരു റൊമാന്റിക് ഡ്രാമ ചിത്രമായി എത്തിയ 96 ഏറെ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്കുൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ചിത്രത്തിൽ വിജയ് സേതുപതിയും തൃഷയും അവതരിപ്പിച്ച റാം, ജാനു എന്നീ കഥാപാത്രങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഈ കഥാപാത്രങ്ങളായി വിജയ് സേതുപതിയും തൃഷയുമല്ലാതെ മറ്റൊരു താരത്തെ സങ്കല്പിക്കാൻ പോലും ഇപ്പോൾ പ്രേക്ഷകർക്കാകില്ല. എന്നാൽ 96 ആദ്യം ഒരു ബോളിവുഡ് സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നതെന്നും വിജയ് സേതുപതിക്ക് പകരം മറ്റൊരു ബോളിവുഡ് നടനെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പ്രേംകുമാർ. സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ നടത്തിയ ഇന്ത്യൻ സ്ക്രീൻ റൈറ്റേഴ്സ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അഭിഷേക് ബച്ചനെയായിരുന്നു സിനിമയിലെ റാം എന്ന കഥാപാത്രമായി ആദ്യം പ്ലാൻ ഇട്ടിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ തനിക്കന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും ചിത്രത്തിന്റെ സംവിധായകനായ പ്രേംകുമാർ പറയുന്നു. കൂടാതെ ഹിന്ദി സിനിമയുമായി തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പ്രേംകുമാർ കോൺഫറൻസിൽ സംസാരിക്കുകയും ചെയ്തു. തന്റെ പിതാവ് വടക്കേ ഇന്ത്യയിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് താൻ ഹിന്ദി സിനിമകളാണ് നിരന്തരം കണ്ടിരുന്നതെന്നും നസറുദ്ദീൻ ഷായാണ് തന്റെ പ്രിയപ്പെട്ട നടനെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. വിജയ് സേതുപതിക്കും തൃഷയ്ക്കുമൊപ്പം ദേവദർശിനി, ജനകരാജ്, ഭഗവതി പെരുമാൾ തുടങ്ങിയവരും 96 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത്. 96 ശേഷം കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മെയ്യഴകൻ എന്ന സിനിമയും പ്രേംകുമാർ സംവിധാനം ചെയ്തിരുന്നു. തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കാതെ പോയ സിനിമയ്ക്ക് OTT റിലീസിന് ശേഷം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചത്.